ടിവിയിലൂടെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, അത്ഭുതപ്പെട്ട്. എന്താ ഇങ്ങനെ സുധാകരൻ പറയണത്? ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിൽ, ആക്റ്റീവ് സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ എന്റെ ശ്രദ്ധയിൽ പെടണ്ടേ? ജി സുധാകരൻ ഇന്നലെ നടത്തിയ വിവാദ പ്രസംഗത്തിൽ 1989 വക്കം പുരുഷോത്തമൻ എന്ന കോൺഗ്രസ് നേതാവിനോടൊപ്പം മത്സരിച്ചത് അന്ന് CPM-ന് വേണ്ടി KSTA നേതാവായിരുന്ന KV ദേവദാസ് ആയിരുന്നു. ദേവദാസിന്റെ മത്സര സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നപ്പോൾ തപാൽ വോട്ടുകൾ പൊട്ടിച്ചു നോക്കി എന്നായിരുന്നു വിവാദ പരാമർശം. ആ പരാമർശത്തിന് വിധേയനായ അന്നത്തെ ദേവദാസ് ഇപ്പോൾ എന്നോടൊപ്പമുണ്ട്. ശരിക്കും അന്നത്തെ തെരഞ്ഞെടുപ്പ് ഓർക്കുന്നുണ്ടോ? ജി സുധാകരൻ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചിരുന്നു? സുധാകരൻ പറഞ്ഞത് ഇന്നലെ ടിവിയിലൂടെയാണ് ഞാൻ കാണുന്നത്. അതിന്റെ മുമ്പത്തെ ദിവസം മറ്റാണ് ഇത് പ്രതികരിച്ചെന്ന് തോന്നണം. ടിവിയിലൂടെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, അത്ഭുതപ്പെട്ട്. എന്താ ഇങ്ങനെ സുധാകരൻ പറയണത്? ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിൽ, ആക്റ്റീവ് സ്ഥാനാർത്ഥി എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ എന്റെ ശ്രദ്ധയിൽ പെടണ്ടേ? അല്ലെങ്കിൽ പെടുത്തണ്ടേ ആരെങ്കിലും? സുധാകരനും പെടുത്തില്ല, ഒരു പ്രവർത്തകൻ പോലും ഈ കഴിഞ്ഞ 36 വർഷത്തിനിടയ്ക്ക് ഇത്തരം ഒരു കാര്യം സൂചിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒന്നും നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സുധാകരൻ നല്ലൊരു സംഘാടകനും പ്രവർത്തകനുമാണ്. ലോ ഗ്രാജുവേറ്റാണ്. നിയമപരമായി മാത്രമേ CPM-ൽ വന്നതിന് ശേഷം ഞാൻ ആക്റ്റീവ് വർക്കറായിട്ട് മാറി. CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടും ജില്ലാ കമ്മിറ്റിയിലെ 10-29 വർഷക്കാലം. അതിനുശേഷം സർവീസ് രംഗത്ത് പാടില്ലല്ലോ, പോകുന്നതിന് ശേഷം 29 വർഷക്കാലം ജില്ലാ കമ്മിറ്റിയിൽ സെക്രട്ടറിയേറ്റിലും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ച്. ഇങ്ങനെ ഒരു കാര്യത്തിന്, നിയമവിരുദ്ധമായ പ്രവർത്തനത്തിന് പാർട്ടി കൂട്ടുനിൽക്കുകയല്ല. ഞാൻ ഒരുപാട് തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കും. ഗൗരിയമ്മയുടെ ഇലക്ഷനൊക്കെ ഞാൻ ചീഫ് ഇലക്ഷൻ ഏജന്റായിട്ടിരുന്ന് യാതൊരു വിധത്തിലുള്ള, എനിക്ക് സർവീസ് സെക്രട്ടറി, ഞാൻ സർവീസിലിരുന്നപ്പോൾ പ്രിസൈഡിങ് ഓഫീസറൊക്കെ ആയിട്ടൊക്കെ ആക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇലക്ഷൻ റൂൾസ് അതിൻ്റെ എല്ലാം എനിക്കറിയാം. ഒരിക്കലും ബാലറ്റ് പേപ്പർ ഒരാൾ വോട്ട് കാസ്റ്റ് ചെയ്ത് കവറിലിട്ട് ഈ പോസ്റ്റൽ ബാലറ്റ് അയപ്പിച്ചു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവർ സാധാരണ പ്രവർത്തകരെ കളക്ട് ചെയ്ത് കുറേ കൊണ്ടൊക്കെ ഈ റിട്ടേണിംഗ് ഓഫീസറുടെ ഷെൽഫിലിടും. അത് വർഷങ്ങൾ നടക്കണതാണ്, ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഏൽപ്പിക്കുന്നതെന്ന് ഉദ്ദേശിച്ച് കവറുകളൊന്നും അവർക്ക് പൊട്ടിക്കാൻ പാടില്ല. അത് തികഞ്ഞ നിയമവിരുദ്ധ പ്രവർത്തനം. അതിനൊന്നും ഉത്തരവാദപ്പെട്ടവർ കൂട്ടുനിൽക്കുകയില്ല. പിന്നെ എന്തായിരിക്കും ജി സുധാകരൻ അങ്ങനെ പറഞ്ഞതിന് കാരണം? എനിക്ക് എന്താണെന്ന് ഊഹിക്കാൻ പോലും പറ്റിയില്ല. സുധാകരനിൽ നിന്ന് അങ്ങനെ ഒരു പരാമർശനം ഇന്നലെ രാവിലെ കണ്ടതാണ്. വരുമെന്ന് ഞാനും അത് കണ്ട് അത്ഭുതപ്പെട്ടു. സുധാകരനല്ലേ പറയണത്, ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി അല്ലേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ പറയുമോ? കാരണം ഞാൻ സുധാകരനെയൊന്നും വിളിച്ചില്ല, ആരെയും വിളിച്ചില്ല, പാർട്ടിക്കാരെയും വിളിച്ചില്ല. എന്താ സുധാകരൻ പറഞ്ഞാൽ? ജില്ലാ സെക്രട്ടറിയെയും വിളിച്ചില്ല. ഞാനിവിടെ തന്നെ ഇരുന്ന്, നിങ്ങളെപ്പോലെയുള്ളവർ വരുമെന്ന് എനിക്കറിയാം. കാൻഡിഡേറ്റ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് വരുമല്ല. എനിക്കറിയാൻ പാടില്ല. ഇപ്പോൾ സുധാകരൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് സത്യസന്ധമായി സ്വീകരിക്കാം. അന്നത്തെ തെരഞ്ഞെടുപ്പ് ആ ഓർമ്മ ഇപ്പോഴും നന്നായി ഓർക്കുന്നുണ്ട്. അന്നത്തെ ആ തെരഞ്ഞെടുപ്പ് 89 ആ തെരഞ്ഞെടുപ്പ് കാലം, വക്കം പുരുഷോത്തമനുമായി ഏറ്റുമുട്ടുന്ന ആ സമയം ഇപ്പോഴും ഓർക്കുന്നുണ്ട് നന്നായി. ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വളരെ സിൻസിയറായി ആയിരക്കണക്കിന് പ്രവർത്തകർക്ക് നേതൃത്വം കൊടുത്ത ആളാണ് സുധാകരൻ. എനിക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഞാൻ 25,000-നാണ് തോറ്റത്. 25,000 ചെല്ലാനോ വോട്ടിനാണ് തോറ്റത്. അതിനു മുമ്പ് വക്കം പുരുഷോത്തമനുമായിട്ടാണ് ഏറ്റുമുട്ടൽ നടന്നത്. അതിന് തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ സുശീല ഗോപാലനായിരുന്നു. സുശീല തോറ്റത് 35,000-ന്. അതിനു മുമ്പ് അയാളുമായിട്ട് നേരിട്ടത് ഈ ബാലനാണ്, 50,000-ാണ് തോറ്റത്. അപ്പോൾ സുധാകരൻ്റെ പ്രവർത്തന ഫലമായിട്ടും വോട്ടേഴ്സിൽ വന്ന മാറ്റം അനുസരിച്ച് ആ മാർജിൻ കുറഞ്ഞല്ല വന്നത്. അത് സുധാകരൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവ് കൂടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് സുധാകരന് ഒരു വിധത്തിലും
നമുക്ക് ദോഷമായ രൂപത്തിൽ പ്രവർത്തിക്കുമെന്നോ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല. പാർട്ടി നേതാക്കൾ ആരെങ്കിലും വിളിച്ചിരുന്നോ ഈ സംഭവം ഉണ്ടായതിനു ശേഷം? സംഭവം ഉണ്ടായതിനു ശേഷം പാർട്ടി നേതാക്കളോ ആരെങ്കിലും വിളിച്ചിരുന്നോ? ഇപ്പോഴോ? അതെ. ആരും വിളിച്ചിട്ടില്ല. സുധാകരനും വിളിച്ചിട്ടില്ല. പാർട്ടി ജില്ലാ സെക്രട്ടറിയോ അല്ലെങ്കിൽ അതുപോലെ ഉത്തരവാദപ്പെട്ടവർ, ഇവിടെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളൊക്കെ ഉണ്ട്. ചന്ദ്രബാബു സംസ്ഥാന കമ്മിറ്റി അംഗം, പ്രസാദ് സംസ്ഥാന കമ്മിറ്റി, ആരും വിളിച്ചിട്ടില്ല. മാതൃഭൂമിയുടെ പത്രത്തിൻ്റെ ആൾക്കാർ ഇന്നലെ വന്ന് ഇവരും ചോദിച്ചു പോയി, അവരിന്നത്തെ പത്രത്തിലെല്ലാം മറ്റേ വാർത്ത കൊടുത്തിട്ടുണ്ടെന്നാണ്. ഇപ്പോഴും CPM പ്രവർത്തകനായി തന്നെ തുടരുകയാണ്? തീർച്ചയായിട്ടും CPM പ്രവർത്തകനായിട്ട് തന്നെയാണ്. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനം സ്വീകരിച്ചുകൊണ്ട് ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാനൊക്കെയില്ല. പിന്നെ ഏത് നിയമം ഉണ്ടെങ്കിലും വയലേറ്റ് ചെയ്യുന്ന ചെറിയൊരു വിഭാഗം കാണും. അവരെ കുസൃതി തരാൻ എന്തെങ്കിലും കാട്ടിയിട്ടുണ്ടോ ഇല്ല എന്നറിയാൻ പാടില്ല. അല്ലാതെ ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെ പെടുത്തില്ല. ഇത് ഒന്നെങ്കിൽ ഇത് വന്നതിന് ശേഷമെങ്കിലും ആരെങ്കിലും വിളിച്ചു? ആരും വിളിച്ചില്ല. എന്നെപ്പറ്റി അവർക്ക് വളരെ കോൺഫിഡൻസാണ്. കാരണം ഇത്തരം കാര്യങ്ങളിൽ സത്യസന്ധവും സുതാര്യതയും ഏറ്റവും പ്രധാനമാണ്. ജി സുധാകരൻ എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞതെന്ന് അറിയില്ലെന്നും സുധാകരന്റെ ഈ പ്രസംഗത്തിന്റെ വാർത്ത കണ്ട് ഞെട്ടിപ്പോയി എന്നുമാണ് ദേവദാസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടാവില്ല എന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാത്ത തരത്തിൽ അത്രമാത്രം സുതാര്യമായാണ് അക്കാലത്തും ഇക്കാലത്തും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്നാണ് ദേവദാസ് പറയുന്നത്. ഫൈസൽ നീർക്കുന്നതിനൊപ്പം യു ഷൈജു, മീഡിയ 1 ആലപ്പുഴ.